ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ സർക്കാർ അന്വേഷണം. കൊച്ചി സ്വദേശി രഞ്ജു ചികിത്സാ പിഴവ് മൂലം കിടപ്പിലായെന്ന സഹോദരിയുടെ പരാതിയിലാണ് നടപടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ജനം ടിവിയാണ് വാർത്ത ആദ്യം പുറത്തുകൊണ്ടുവന്നത്. ജനം ബിഗ് ഇമ്പാക്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബീന റാണി ചേരുകയാണ്. ബീന, ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്, അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, തീർച്ചയായും ജനം ടി വിയാണ് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള രഞ്ജുവിൻ്റെയും ഒപ്പം സഹോദരി രശ്മിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം പുറത്തുവിട്ടത്. 2020 ജൂലൈ 27 രഞ്ജു ഒരു സുഹൃത്തിൻ്റെ അച്ഛന് കരൾ പകുത്തു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഏതാണ്ട് 4 വർഷത്തോളമായി അദ്ദേഹം ഇപ്പോൾ കിടപ്പിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയെ നിരന്തരം ഇവർ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അതിന്മേൽ ഇവർക്ക് യാതൊരു സഹായവും ലഭിച്ചില്ലെന്ന് രശ്മി നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ നടപടികൾക്ക് അവർ ശ്രമിച്ചെങ്കിലും അതെല്ലാം തന്നെ ചില പ്രമുഖ വ്യക്തികളുടെ സ്വാധീനം മൂലവും മറ്റും പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്തിടെ ജനം ടി വി പുറത്തുവിട്ട വാർത്ത അവർ കൂടുതൽ നിയമ നടപടിക്കായി മുന്നോട്ട് നീങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും രശ്മിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, സഹോദരൻ കിടപ്പിലായിട്ട് 4 വർഷമായി. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം സുഹൃത്തിൻ്റെ അച്ഛന് കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് കരൾ പകുത്ത് നൽകുന്നതിനായാണ് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. തുടർന്ന് ഇത്തരത്തിലൊരു വലിയ ദുരന്തം സംഭവിച്ചിട്ടും കരൾ വാങ്ങിയ ആളുകളും അവരുടെ ബന്ധുക്കളും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രശ്മിയാണ് 4 വർഷമായി ഈ സഹോദരനെ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രശ്മി വലിയ കടക്കാരിയാവുകയും ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ഒരു മാസം മാത്രം ഫിസിയോതെറാപ്പിക്ക് വേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുടെയും ഒപ്പം തന്നെ അഭ്യുദയകാംക്ഷികളുടെയും സഹായം കൊണ്ട് മാത്രമാണ് രശ്മി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആശ്വാസവുമായി സർക്കാരിൻ്റെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ജനം ടി വി പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത, അതോടൊപ്പം തന്നെ ഒരു ആശുപത്രിയുടെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ദുരന്തത്തിലേക്ക് മാറിയ ഒരു സാഹചര്യം ജനം ടി വിയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിനാണല്ലോ അന്വേഷണ ചുമതല. എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടോ? മറ്റു വിവരങ്ങൾ കൂടി. ജനം ടി വി വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെയാണ് സർക്കാരിൻ്റെ അന്വേഷണം. കൊച്ചി സ്വദേശി രഞ്ജു ചികിത്സാ പിഴവ് മൂലം കിടപ്പിലായെന്ന സഹോദരിയുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ജനം ടി വിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ജനം ഇമ്പാക്റ്റ്. ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബീന, കേൾക്കാമെങ്കിൽ ഞാൻ ചോദിച്ചതുപോലെ ഈ കൊച്ചി സ്വദേശി രഞ്ജു ചികിത്സാ പിഴവ് മൂലം കിടപ്പിലായെന്ന പരാതിയിലാണ്, ബീന പറഞ്ഞതുപോലെ തന്നെ സഹോദരിയുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിന് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. എപ്പോഴത്തേക്കും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേഷ്, തീർച്ചയായും അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളമശ്ശേരിയിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രശ്മി നേരത്തെ തന്നെ നിരവധി പരാതികൾ നൽകിയിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയതും ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ദുരന്തകഥ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ജനം ടി വിയാണ് ഇത്തരത്തിലൊരു വാർത്ത തന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ഒരു ചെറുപ്പക്കാരൻ
സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം ജീവിതാവസാനം വരെ, ഇല്ലെങ്കിൽ ഇപ്പോൾ 4 വർഷമായി അദ്ദേഹം കിടപ്പിലാണ്. ശസ്ത്രക്രിയ നടന്ന അന്ന് തന്നെ പക്ഷാഘാതം സംഭവിക്കുകയായിരുന്നു. ഒരു സുഹൃത്തിന്റെ അച്ഛന് കരൾ പകുത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത്. ഇതിനുശേഷം സുഹൃത്തിന്റെ ബന്ധുക്കളോ ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവർക്ക് ആശുപത്രിയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ ലേക്ക് ഷോറുമായി പലതവണ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവർ ഒരിക്കലും ഇവരെ സഹായിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് വന്നില്ല. നിയമ നടപടികൾക്ക് പോകുമ്പോഴൊക്കെ തന്നെ മറ്റു പലരുടെയും സ്വാധീനം മൂലം ഇത്തരത്തിലുള്ള പരാതി പിൻവലിക്കേണ്ട സാഹചര്യവും ഒപ്പം തന്നെ ഇവരെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ഇതിനെല്ലാം അപ്പുറത്താണ് ഇപ്പോൾ രശ്മിക്കും സഹോദരൻ രഞ്ജുവിന് ആശ്വാസമാകുന്ന രീതിയിൽ ഇത്തരമൊരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായത്. അതനുസരിച്ച് കളമശ്ശേരിയിലെ 3 അംഗ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ രശ്മിക്കും രഞ്ജുവിനും ഈ നടപടിയെ കാണാം. കാരണം 4 വർഷമായി കിടപ്പിലാകുന്ന ഈ സഹോദരനെ നോക്കാനായി മാത്രം രശ്മിക്ക് തന്റെ ജോലി വിടേണ്ടി വന്നിരുന്നു. ഇദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇത്തരത്തിൽ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി നാട്ടിലെത്തിയതാണ്. തുടർന്ന് അതേ ദിവസം തന്നെ പക്ഷാഘാതം സംഭവിക്കുകയായിരുന്നു. ആശുപത്രിയിലെ അനസ്തീഷ്യ നൽകിയതുമായി ബന്ധപ്പെട്ട പിഴവാണ് ഇതിന് കാരണമെന്ന് രശ്മി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആശുപത്രിയെ പിന്നീട് സമീപിച്ചിരുന്നത്. എന്നാൽ അവർ യാതൊരു സഹായവും ചെയ്തില്ലെന്ന് മാത്രമല്ല ഇവരെ സഹായിച്ചു എന്ന് പിന്നീട് ഒരു പ്രതികരണം നടത്തുകയും ഉണ്ടായി. എന്നാൽ ഇതെല്ലാം തെറ്റായിരുന്നു. രശ്മിയുടെ ഒരു ജോലി, സ്വകാര്യ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു ജോലി കൊണ്ട് മാത്രമാണ് ഈ സഹോദരനെ ചികിത്സിച്ചിരുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ഒരു മാസം ഫിസിയോതെറാപ്പിക്ക് മാത്രമായി ചെലവാക്കേണ്ടി വന്നിരുന്നു. ഇതോടൊപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വന്നതോടെ രശ്മി വലിയ കടക്കാരിയായി മാറിയിരുന്നു. അങ്ങനെയാണ് വലിയ ഒരു നിയമ നടപടി ആവശ്യപ്പെട്ട രശ്മി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.